പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബട്ടർഫ്ലൈ റീനോ പ്ലസ് ഗ്രൈൻഡറിൻ്റെ ഒരു ഡെമോ ആണ് കാണിക്കുന്നത്. പുതിയതായിട്ട് ഗ്രൈൻഡർ വാങ്ങാൻ പോകുന്നവർക്കും വാങ്ങിയവർക്കും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആകാനൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം വീഡിയോ ഒന്ന് അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കണം. കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ റൈനോ പ്ലസ് ഗ്രൈൻഡറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് 3 പോർഷൻസ് ഉണ്ട്. ചപ്പാത്തി കുഴയ്ക്കുന്നതിനും തേങ്ങ തിരകുന്നതിനും നമ്മൾ പിന്നെ ഇഡലി ദോശ ബാറ്ററൊക്കെ ഉണ്ടാക്കി അരയ്ക്കുന്നതിനും അങ്ങനെ 3 പോർഷൻസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഇത് ഓരോന്നിൻ്റെ ഓപ്പറേഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തി കുഴയ്ക്കുന്നതിനായിട്ടാണ് കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്ത ഇത് താഴത്തേന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ദോശയൊക്കെ അരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻസിലൂടെ നമുക്കൊന്ന് പോകാം. അപ്പോൾ പിന്നെ പ്ലഗ് കുത്തി പവർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പാത്രം ഇങ്ങനെ നമ്മൾ അരിയൊക്കെ അരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രം എടുത്ത് വയ്ക്കുക. അപ്പോൾ അതിനിടയ്ക്കുള്ള ആ നീഡിലുണ്ട്, ആ നീഡിലിനെ ഇടയ്ക്കോട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ അരി അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ കല്ല് നമുക്കൊന്ന് എടുത്ത് വെച്ചിട്ട് തിരിച്ചു കൊടുക്കുക. അന്നേരം താഴോട്ട് അങ്ങ് അറിഞ്ഞിരുന്നോളും. അതിനുശേഷം അതിന് മുകളിൽ സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മുറുക്കിയെടുക്കുക. അതിനുശേഷം നമുക്കതൊരു അപ്പോൾ അടപ്പാണെങ്കിൽ അതിൻ്റെ ആ സ്ക്രൂവിൻ്റെ മുകളിലോട്ട് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ഇപ്പോൾ സപ്ലൈ ഓൺ ചെയ്തിട്ട് അവിടെ ഒരു പ്രസ് എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ അവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലോണം കറങ്ങും. നമുക്ക് പിന്നെ പ്രസ്സിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പവറും ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നല്ലോണം കഴുകിയെടുക്കുക. നല്ലപോലെ ഇതിൻ്റെ ബേസ്മെൻറ്റ് നമ്മുടെ കല്ലും എല്ലാം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകിയതുപോലെ വെച്ച് നല്ലപോലെ സ്ക്രൂ ചെയ്ത് നല്ലപോലെ മുറുക്കിയെടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മളാണെങ്കിൽ ഈ ദോശയും ഇഡ്ഡലിയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5 മണിക്കൂർ നേരത്തേക്ക് പച്ചരിയും ഉഴുന്ന് കുതിർത്ത് വയ്ക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 തവി എടുത്ത് അതിനകത്ത് നമുക്കിടാം. അപ്പോൾ ആദ്യമേ നമ്മൾ അരി ഇടുന്നതിന് മുന്നേ നമ്മളൊന്ന് ഇത് ഗ്രൈൻഡർ ഒന്ന് ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് 2 തവി അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 തവി അരി ഇട്ട് അതിനൂടെ കുറച്ച് ചോറുമാണ് ഇടുന്നത്. അതിനുശേഷം കുറച്ചുകൂടെ ക്ലീൻ ആകാൻ വേണ്ടി കുറച്ച് കല്ലുപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് നല്ലോണം നരച്ച് നമ്മുടെ കല്ലിൻ്റെ ആ പൊടിയും അത് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഒരു ഇത് കാണുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആയിക്കോളും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്തുള്ള അഴുക്കും എല്ലാം കൂടെ ഇതിനകത്തങ്ങ് പൊയ്ക്കോളും. അപ്പം ഇതിൽ സ്ക്രൂ ഓൺ ചെയ്ത് ഊരിയെടുത്തിട്ട് നമുക്ക് കല്ലും ഇത് ബേസ്മെൻറ്റ് ഈ പാത്രം ഇതെല്ലാം കൂടെ നമുക്ക് സെപ്പറേറ്റ് നല്ലപോലെ കഴുകിയെടുക്കാം. അതിനുശേഷം ഇതെല്ലാം കഴുകി കളഞ്ഞിട്ട് നമുക്ക് ഇഡലിയുടെ ദോശയ്ക്കുള്ള ബാറ്റർ എന്നാണുള്ളത്, നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് ആദ്യം ഞാനിത് ഇപ്പോൾ സപ്ലൈ ഓൺ ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിയും ഉഴുന്നും അത് ഞാൻ ഒന്നിച്ചാണ് കേട്ടോ കുതിർത്ത് വയ്ക്കുന്നത്. ഞാൻ അതെല്ലാം കുറച്ച് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ അടപ്പ് വെച്ച് അടച്ച് വെച്ച്. അപ്പോൾ ഈ അടപ്പ് ഇതിൻ്റെ ഈ സ്ക്രൂവിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഫിറ്റായി തന്നെ ഇരുന്നോളും. ഇളക്കിയൊന്നും പോകുന്നില്ല, അത് അവിടെ തന്നെ ഇരുന്നോളും. ഞാൻ ഓരോ പ്രാവശ്യം 5 മിനിറ്റ് കണ്ടിന്യൂസായിട്ട് അരച്ചിട്ട് ഒരു 2 മിനിറ്റ് ഓഫ് ചെയ്ത് വെച്ച് പിന്നെ അങ്ങനെ അരച്ചെടുത്തിട്ട് ഞാനൊരു 20 മിനിറ്റോളം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പുതിയ കല്ലാകുമ്പോൾ ആദ്യം വാങ്ങുന്ന ഉപയോഗിക്കുമ്പോൾ നല്ലതുപോലെ പെട്ടെന്ന് സമയം കുറച്ച് മതി. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ക്രൂ ഊരിയിട്ട് നമ്മൾ ഈ കല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാവോടുകൂടി ഈ പാത്രത്തിലോട്ട് ഇറക്കി വയ്ക്കും. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ മാവ് എടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പിന്നെ നമുക്ക് ഇതെടുത്തിട്ട് പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് അതുപോലെ ബേസ്മെൻറ്റ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ചപ്പാത്തി കുഴയ്ക്കുന്ന എണ്ണയുടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ സ്ക്രൂ ഉപയോഗിച്ച് മുറുക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് ചപ്പാത്തി കുഴയ്ക്കാൻ ആവശ്യമായ മാവൊക്കെ എടുത്ത് ഇടാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്.
അപ്പം പിന്നെ നമുക്കൊന്ന് കറക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് അരച്ചപ്പോൾ എനിക്ക് വെള്ളം കൂടിപ്പോയായിരുന്നു. പിന്നെ ഞാൻ ആ പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഇട്ട പൊടിന് വെള്ളം കൂടിയത് കാരണം എനിക്ക് വീണ്ടും പൊടിയിട്ട് അരച്ചെടുക്കേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ നല്ലൊരു കുഴഞ്ഞ് കിട്ടും കേട്ടോ. ഒരു 5-10 മിനിറ്റ് മതി. അത് നമുക്കിങ്ങനെ കുഴഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തിൻ്റെ കൂടെ കിട്ടുന്ന ആ തവിയുണ്ട്. അപ്പോൾ അതിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കെടുത്ത് തേങ്ങ ചിരക്കുന്ന അതിൽ നോക്കാം. അപ്പോൾ അത് ഇതുപോലെ അതിൻ്റെ കൂടെ ഒരു പാത്രം കിട്ടും. അതുപോലെ നിറക്കി വെച്ചിട്ട് അതിൻ്റെ നടുക്കിലോട്ട് നമുക്ക് തേങ്ങ ചിരക്കുന്ന ആ സാധനം വയ്ക്കാം. അതിനുശേഷം നമുക്കതിന് ഇത് അടപ്പാണ്. ഈ അടപ്പ് നമുക്ക് തേങ്ങയായിട്ടെടുത്ത് കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്ത ശേഷം നമുക്ക് ഈ തേങ്ങ അതിൻ്റെ കറങ്ങിക്കൊണ്ടിരിക്കുക, അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വയ്ക്കും. ഇത് കുറച്ച് നല്ല കെയർഫുള്ളായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലേഡ് കൊണ്ട് നമ്മുടെ കൈ മുറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഗ്രൈൻഡറിനെ കുറിച്ചുള്ള ഒരു ഡെമോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.